വയനാട് സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. കോട്ടക്കുന്ന് സ്വദേശി പോൾ മാത്യൂസിന്റെ വീട്ടിലെ കോഴിക്കോടിന് സമീപം പുലിയെത്തി. പോളിന്റെ വീട്ടിൽ പുലിയെത്തുന്നത് 3-ാം തവണ. പുലി സാന്നിധ്യം സ്ഥിരമായിട്ടും വനം വകുപ്പ് നടപടിയെടുക്കുന്നില്ല എന്ന ആരോപണം. പുലിയുടെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കൂടുതൽ നടപടി. കേസിൽ ഉൾപ്പെട്ട മറ്റ് 3 പേർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേരുടെ ചിത്രങ്ങളും വിവരങ്ങളും പുറത്തുവിട്ട പോലീസ്. തിരുവനന്തപുരം നെടുമങ്ങാട് മകൻ അമ്മയെ ചവിട്ടിക്കൊന്നു. മരിച്ചത് തേക്കട സ്വദേശി ഓമന. മകൻ മണികണ്ഠൻ പോലീസ് കസ്റ്റഡിയിൽ. ഓമനയുടെ എല്ലുകൾ ചവിട്ടേറ്റ് പൊട്ടിയ നിലയിൽ. വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ കനക്കും. കണ്ണൂരും കാസർകോട്ടും ഓറഞ്ച് അലർട്ട്. കോഴിക്കോടും വയനാടും യെല്ലോ അലർട്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ 4 ദിവസത്തിനകം സംസ്ഥാനത്തെത്തും. ഇത്തവണത്തേത് 5 വർഷത്തിനിടെ ഏറ്റവും നേരത്തെ എത്തുന്ന മൺസൂൺ. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന ഭാഗം സന്ദർശിക്കാൻ ദേശീയപാത അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധന നടത്തും. പൊതുമരാമത്ത് വകുപ്പും അന്വേഷണം നടത്തും. ബാക്കി നിർമ്മാണം അന്വേഷണ റിപ്പോർട്ട് നൽകിയ ശേഷം. തൃശൂർ ചാവക്കാടും ദേശീയപാതയിൽ വിള്ളൽ. മണത്തല മേൽപ്പാല നിർമ്മാണം നടക്കുന്നിടത്ത് റോഡ് വിണ്ടത് 50 മീറ്ററോളം നീളത്തിൽ. വാർത്തയായതോടെ രാത്രി വിള്ളലടച്ച് അധികൃതർ. വിള്ളലിന് കാരണം നിർമ്മാണത്തിലെ അപാകതയെന്ന് പ്രദേശവാസി. വളരെ സ്ട്രെയിറ്റ് ലൈനിലുള്ള ക്രാക്കാണ് നമ്മൾ കാണുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അത് തന്നെയാണ്. അത് പ്രോപ്പർ കോമ്പാക്ഷൻ ഇല്ല, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. മണൽപ്പൊടിയും കുറച്ച് ടാറൊക്കെ ഇട്ടിട്ട് അവരത് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് നമ്മൾ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കുന്ന പോലത്തെ ഒരു പരിപാടി. തിരുവനന്തപുരം പേരൂർക്കട പോലീസിനെതിരായ ദളിത് യുവതി ബിന്ദുവിന്റെ പരാതിയിൽ കൂടുതൽ നടപടി. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ADGPക്ക് കൈമാറും. SI പ്രസാദിന് പിന്നാലെ ASIക്കെതിരെയും നടപടിക്ക് സാധ്യത. ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്തേക്കും. എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ കൊന്ന അമ്മ സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാൻ പോലീസ്. റിമാൻഡിലായ സന്ധ്യ കാക്കനാട് വനിതാ ജയിലിൽ. പാകിസ്ഥാന്റെ ഭീകരത തുറന്നുകാട്ടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കം. MP-മാരുടെ ആദ്യഘട്ട പ്രതിനിധി സംഘങ്ങൾ ഇന്ന് പുറപ്പെടും. ചൈനയും പാകിസ്ഥാനും ഒഴികെയുള്ള എല്ലാ UN രക്ഷാസമിതി അംഗങ്ങളെയും കാണും. UAE സന്ദർശിക്കുന്ന ആദ്യ സംഘത്തിൽ ET മുഹമ്മദ് ബഷീർ MP-യും. ഇന്നും നാളെയുമായി പുറപ്പെടുന്നത് 3 സംഘങ്ങൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് മുംബൈ ഡൽഹി പോരാട്ടം. മത്സരം രാത്രി 7:30 വാങ്കഡെ സ്റ്റേഡിയത്തിൽ. പ്ലേ ഓഫ് പിടിക്കാൻ 2 ടീമുകളും. തോറ്റാൽ ഡൽഹി പുറത്ത്. ചെന്നൈയെ വീഴ്ത്തി ആശ്വാസത്തോടെ രാജസ്ഥാൻ.